മാർവൽ സ്റ്റുഡിയോസിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അടുത്ത വർഷം വരാൻ പോകുന്ന അവഞ്ചേഴ്സ് ഡൂം സ്റ്റാർ എന്ന സിനിമയുമായി ഈ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയ്ക്ക് ഒരു ബന്ധവുമുണ്ട്. അത് നമുക്ക് അവസാനം മിഡ് ക്രെഡിറ്റ് സീനിൽ കാണാം. ഈ സിനിമയുടെ പ്രധാന ഹൈലൈറ്റുകൾ അതിന്റെ വില്ലന്മാരായ സിൽവർ സർഫറും പിന്നെ ഭൂമിയെ വിഴുങ്ങാൻ വരുന്ന ഗലാക്ടസുമാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഫാന്റാസ്റ്റിക് ഫോർ എന്ന സിനിമ ആരംഭിക്കുന്നത് മാർവൽ മൾട്ടിവേഴ്സിലെ മറ്റൊരു ലോകത്തിൽ നിന്നാണ്. അതിന്റെ പേരാണ് എർത്ത് 828. ഈ എർത്ത് 828 അവഞ്ചേഴ്സോ എക്സ്മെനോ ഇൻഹ്യൂമൻസോ ഇല്ല. ഈ ലോകത്തിൽ ഒരു സൂപ്പർ ഹീറോ ടീം മാത്രമേ ഉള്ളൂ. അതാണ് ഫാന്റാസ്റ്റിക് ഫോർ. ഈ ലോകത്തിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് 1960കളാണ്. സിനിമയുടെ തുടക്കത്തിൽ എർത്ത് 828 ഫാന്റാസ്റ്റിക് ഫോറിന്റെ കെട്ടിടമാണ് കാണിക്കുന്നത്. അതിന്റെ പേര് ബാക്സ്റ്റർ ബിൽഡിംഗ് എന്നാണ്. ഇത് ന്യൂയോർക്കിലെ മാൻഹട്ടണിലാണ് ഉള്ളത്. ഈ ഒരു കെട്ടിടം ഫാന്റാസ്റ്റിക് ഫോർ ടീം അംഗങ്ങളുടെ വീടും അവരുടെ ബേസും റീഡ് റിച്ചാർഡ്സിന്റെ ലബോറട്ടറിയും കൂടിയാണ്. ഈ കെട്ടിടത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് റീഡ് റിച്ചാർഡ്സിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ സൂ സ്റ്റോമിനെയുമാണ്. റീഡ് ഈ സമയം വളരെ അസ്വസ്ഥനായി കാണപ്പെടുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ സൂ സ്റ്റോം ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുകയാണ്. പിന്നീട് സൂ റീഡിന്റെ അടുത്തേക്ക് വന്ന് ടെസ്റ്റിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് പറയുന്നു. അതായത് സൂ സ്റ്റോം ഗർഭിണിയാണ്. ഇത് കേട്ട് റീഡ് വളരെ സന്തോഷിക്കുന്നു. വർഷങ്ങളോളം കാത്തിരുന്നിട്ടും അവർക്ക് കുട്ടികളില്ലായിരുന്നു. ഈ രംഗത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഒരു ഷോ കാണുന്നു. ഇത് ഫാന്റാസ്റ്റിക് ഫോറിനെ ആദരിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോ ആണ്. ഈ ഷോയിൽ വെച്ച് അവരുടെ കഥ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാന്റാസ്റ്റിക് ഫോർ ടീം അംഗങ്ങൾക്ക് അവരുടെ ശക്തികൾ ലഭിച്ചിട്ട് ഇപ്പോൾ 4 വർഷമായി. ഇതിന്റെ എല്ലാം തുടക്കം 4 വർഷം മുമ്പ് ഒരു ബഹിരാകാശ യാത്രയിൽ നിന്നായിരുന്നു. റീഡ് റിച്ചാർഡ്സ്, അദ്ദേഹത്തിന്റെ ഭാര്യ സൂ സ്റ്റോമിന്റെ സഹോദരൻ ജോണി സ്റ്റോം, അവരുടെ സുഹൃത്ത് ബെൻ ഗ്രീം എന്നിവർ ബഹിരാകാശ യാത്രികരാണ്. റീഡ് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ആളാണ്. ബഹിരാകാശത്തെ കുറിച്ച് പഠിച്ചതിന് ശേഷം റീഡ് നമ്മുടെ ലോകം പോലെ ജീവൻ നിലനിൽക്കുന്ന മറ്റു ലോകങ്ങളുണ്ടെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ മറ്റ് ഗ്രഹങ്ങൾ തേടി റീഡ് തന്റെ ടീമിനൊപ്പം ഒരു ബഹിരാകാശ യാത്ര പുറപ്പെടുന്നു. ഈ യാത്രക്കിടയിൽ അവരുടെ ബഹിരാകാശ പേടകം ഒരു കോസ്മിക് കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. അങ്ങനെ ടീം അംഗങ്ങളുടെ ശരീരത്തിൽ കോസ്മിക് റേഡിയേഷനുകൾ പ്രവേശിക്കുകയും അവരുടെ DNA അത് മാറ്റുകയും ചെയ്യുന്നു. ആ അപകടത്തിൽ അവരുടെ ജീവൻ രക്ഷപ്പെട്ടെങ്കിലും റേഡിയേഷൻ കാരണം അവരുടെ ശരീരത്തിൽ പുതിയ ശക്തികൾ ഉണ്ടാകുന്നു. റീഡ് റിച്ചാർഡ്സിന് ശരീരത്തെ വലിച്ചു നീട്ടാനുള്ള ശക്തി ലഭിക്കുന്നു. സൂസ്റ്റോമിന് അദൃശ്യമാകാനും ഫോഴ്സ് ഫീൽഡ് ഉണ്ടാക്കാനും നിയന്ത്രിക്കാനുമുള്ള ശക്തി ലഭിക്കുന്നു. ജോണി സ്റ്റോമിന് തീ ഉണ്ടാക്കാനും അത് നിയന്ത്രിക്കാനുമുള്ള ശക്തി ലഭിച്ചു. ബെൻഗ്രീമിന് ഒരു പാറ പോലെ കട്ടിയുള്ളതും ശക്തവുമായ ശരീരം ലഭിക്കുന്നു. അതുവഴി ഹൾക്കിനെ പോലെയുള്ള ശക്തി അയാൾ നേടുന്നു. ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ശേഷം അവർ അവരുടെ ശക്തികൾ ലോകത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് പുതിയ സൂപ്പർ ഹീറോ പേരുകൾ ലഭിക്കുന്നു. റീഡ് റിച്ചാർഡ്സ് ഇപ്പോൾ മിസ്റ്റർ ഫാന്റാസ്റ്റിക് എന്നാണ് അറിയപ്പെടുന്നത്. സൂ സ്റ്റോമിന്റെ പേര് ഇൻവിസിബിൾ വുമൺ, ജോണി സ്റ്റോം ഹ്യൂമൻ ടോർച്ച് എന്നും ബെൻഗ്രീമിന് ദ തിങ് എന്നും പേര് ലഭിച്ചു. ഈ 4 പേരും ചേർന്ന് ഫാന്റാസ്റ്റിക് ഫോർ എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചു. അന്നു മുതൽ അവർ ലോകത്തെ സംരക്ഷിക്കാൻ തുടങ്ങി. ഈ കഥയിൽ നമ്മൾ ഫാന്റാസ്റ്റിക് ഫോറിന്റെ മുമ്പുള്ള ചില പ്രവൃത്തികളെ കുറിച്ച് അറിയുന്നു. മാർവൽ കോമിക്സിലെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ആദ്യ വില്ലനായ മോൾമാനെ അവർ തോൽപ്പിക്കുകയും പിന്നീട് റെഡ് ഗോസ്റ്റും സൂപ്പർ എയ്പ്സും ലോകത്തെ ആക്രമിച്ചപ്പോൾ അവരെയും അവർ പരാജയപ്പെടുത്തി. ഈ റെഡ് ഗോസ്റ്റും സൂപ്പർ എയ്പ്സും മാർവൽ കോമിക്സിലെ വില്ലന്മാരാണ്. ഈ ലോകത്തിലെ റീഡ് റിച്ചാർഡ്സ് മൾട്ടിവേഴ്സിനെ കുറിച്ചും സമാന്തര ലോകങ്ങളെ കുറിച്ചും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് ഫോറിന് ഈ ലോകത്ത് വലിയ സ്വാധീനമുണ്ട്. അവരെ ഐക്യരാഷ്ട്രസഭയുടെ യോഗങ്ങളിൽ പോലും ക്ഷണിക്കുകയും അവരുടെ വാക്കുകൾ ലോകം മുഴുവൻ കേൾക്കുകയും ചെയ്യുന്നു. ഈ യോഗത്തിൽ നമ്മൾ ലാറ്റ്വേരിയ എന്ന രാജ്യത്തെ കുറിച്ചും കേൾക്കുന്നു. കോമിക്സിൽ ഡോക്ടർ ഡൂമിന്റെ രാജ്യമാണ് ലാറ്റ്വേരിയ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഡോക്ടർ ഡൂം ഉണ്ടെന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കഥ അവസാനിക്കുന്നു. അതോടൊപ്പം ഷോയും അവസാനിച്ചു. ഈ ഷോയ്ക്ക് ശേഷം ഫാന്റാസ്റ്റിക് ഫോർ ടീം വീട്ടിലേക്ക് മടങ്ങി. അവർ അത്താഴത്തിന് ഇരിക്കുമ്പോൾ റീഡും സൂവും ജോണിയോടും ബെന്നിയോടും സൂ ഗർഭിണിയാണെന്ന് പറയുന്നു. ഈ വാർത്ത കേട്ട് അവരും വളരെ സന്തോഷിക്കുന്നു. അങ്ങനെ രാത്രി അവർ ആഘോഷിക്കുന്നു. അടുത്ത ദിവസം രാവിലെ റീഡ് ടെലിപ്പോർട്ടേഷൻ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് കാണാം. അയാൾ ഒരു മുട്ടയെ ടെലിപ്പോർട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് 6 അടി ദൂരത്തേക്ക് മാറ്റുന്നു. കറക്റ്റായിട്ട് വർക്കായെങ്കിലും ഇത് ചെയ്തപ്പോൾ കെട്ടിടത്തിലെ എല്ലാ വിളക്കുകളും അണഞ്ഞു പോകുന്നു. ഇതിൽ നിന്ന് റീഡിന് മനസ്സിലാകുന്നത് ഒരു ചെറിയ മുട്ടയെ ടെലിപ്പോർട്ട് ചെയ്യാൻ പോലും വളരെയധികം വൈദ്യുതി ആവശ്യമാണെന്നാണ്. ഒരു മനുഷ്യനെ ടെലിപ്പോർട്ട് ചെയ്യാൻ ഇതിലും കൂടുതൽ വൈദ്യുതി വേണ്ടിവരും. അങ്ങനെ കുറച്ചു കാലം കഴിയുന്നു. ലോകം വളരെ ശാന്തമാണ്. സൂസ്റ്റോമിന്റെ പ്രസവ തീയതി അടുക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഒരു രാത്രി ആകാശത്ത് നിന്ന് ഒരു വസ്തു അതിവേഗത്തിൽ ഭൂമിയിലേക്ക് വരുന്നത് ആളുകൾ കാണുന്നു. ഫാന്റാസ്റ്റിക് ഫോർ ടീമും അത് കാണാൻ പുറത്തേക്ക് വന്നു. ആകാശത്ത് നിന്ന് വരുന്ന ആ വസ്തു സിൽവർ സർഫർ ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ സിനിമയിൽ ഒരു സ്ത്രീയാണ് സിൽവർ സർഫർ. അവളുടെ പേര് ശാലാബാൽ എന്നാണ്. ശാലാബാൽ നേരെ ഫാന്റാസ്റ്റിക് ഫോർ ടീമിന്റെ അടുത്തേക്ക് വന്ന് നിങ്ങൾ ഈ ലോകത്തിന്റെ സംരക്ഷകരാണോ എന്ന് ചോദിക്കുന്നു. സൂസ്റ്റോം അതെ എന്ന് മറുപടി പറയുന്നു. അപ്പോൾ അവൾ തന്റെ പേര് സിൽവർ സർഫർ ആണെന്നും ഗലാക്ടസിന്റെ സന്ദേശവുമായിട്ടാണ് താൻ വന്നതെന്നും പറയുന്നു. ശാലാബാൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ലോകത്തിന്റെ സമയം അവസാനിച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഡിവറർ ഓഫ് പ്ലാനറ്റ്സ്, അതായത് ഗലാക്ടസ് നിങ്ങളുടെ ഗ്രഹത്തെ വിഴുങ്ങാൻ വരും.
വരും. അതുകൊണ്ട് ബാക്കിയുള്ള സമയത്തിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, കാരണം പിന്നീട് നിങ്ങൾക്ക് ഈ അവസരം ലഭിക്കില്ല. ഇത് പറഞ്ഞതിന് ശേഷം സിൽവർ സർഫർ തിരിച്ചു പോകാൻ തുടങ്ങുന്നു. ഹ്യൂമൻ ടോർച്ച് അവളെ പിന്തുടർന്ന് അവളുടെ സർഫ് ബോർഡിൽ പിടിക്കുന്നു. അപ്പോൾ സിൽവർ സർഫർ തിരിഞ്ഞു നോക്കി മറ്റൊരു ഭാഷയിൽ എന്തോ പറയുന്നു. അതിനുശേഷം അവൾ വളരെ വേഗത്തിൽ അവിടെ നിന്ന് പറന്നുപോയി. ഹ്യൂമൻ ടോർച്ച് താഴേക്ക് ഇറങ്ങി വന്ന് വീട്ടിലേക്ക് മടങ്ങി. ബാക്സ്റ്റർ ബിൽഡിംഗിൽ ഫാന്റാസ്റ്റിക് ഫോർ ടീം അംഗങ്ങൾ ഗലാക്ടസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ദ തിങ് പറയുന്നത് ആർക്കും ഒരു ഗ്രഹത്തെ മുഴുവനായി വിഴുങ്ങാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് സിൽവർ സർഫർ പറഞ്ഞതൊന്നും താൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ റീഡ് പറയുന്നു അവൾ പറഞ്ഞത് സത്യമായിരിക്കാം. താൻ ബഹിരാകാശ നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പരിശോധിച്ചപ്പോൾ 5 ഗ്രഹങ്ങൾ കാണാനില്ല. ആ 5 ഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്നും അവയുടെ സ്ഥാനത്ത് ഒന്നും ശേഷിക്കുന്നില്ലെന്നും റീഡ് പറയുന്നു. കൂടാതെ ആ ഗ്രഹങ്ങളുടെ ചുറ്റും സിൽവർ സർഫറിന്റെ ഊർജ്ജ സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിൽവർ സർഫർ പറഞ്ഞതെല്ലാം സത്യമാണ്. ഗലാക്ടസ് എന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഉണ്ടെന്നും അയാൾ ഗ്രഹങ്ങളെ വിഴുങ്ങുമെന്നും പറയുന്നു. റീഡ് ടീമിനോട് ഒരു പ്ലാൻ പറയാൻ തുടങ്ങി. അവർ ഉടൻ തന്നെ ഗലാക്ടസിനെ കണ്ടെത്തി ഭൂമിയിൽ വരുന്നതിൽ നിന്ന് അതിനെ തടയണം. റീഡ് വീണ്ടും ഗവേഷണം നടത്തി സിൽവർ സർഫറിന്റെ ഊർജ്ജ സിഗ്നേച്ചർ ഉള്ള ഒരു ഗ്രഹം കണ്ടെത്തുന്നു. അവിടെയാണ് ഗലാക്ടസ് ഇപ്പോൾ ഉള്ളതെന്നും ആ ഗ്രഹത്തെയും അയാൾ നശിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നും റീഡ് മനസ്സിലാക്കുന്നു. ടീം അംഗങ്ങൾ ജോണിയോട് സിൽവർ സർഫറുമായി എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചു. അവൾ തന്റെ ഭാഷയിൽ എന്തോ പറഞ്ഞു. പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് അവന് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ താൻ ശ്രമിക്കാമെന്ന് ജോണി പറയുന്നു. റീഡ് തന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോയി. അവർ ഉടൻ തന്നെ ഗലാക്ടസിനെ തടയാൻ വേണ്ടി പുറപ്പെട്ടു. അവർ അവരുടെ സ്യൂട്ടുകൾ ധരിച്ച് സ്പേസ് ഷിപ്പിൽ കയറുന്നു. തങ്ങൾ ഗലാക്ടസിനെ തടയാൻ വേണ്ടി പോകുകയാണെന്ന് അവർ ലോകത്തെ മുഴുവൻ അറിയിക്കുന്നു. അവർ ആദ്യം ബഹിരാകാശത്തേക്ക് പോകുകയും പിന്നീട് അവിടെ നിന്ന് അവർ ഗലാക്ടസ് ഉള്ള സ്ഥലത്തേക്ക് അതിവേഗം യാത്ര ചെയ്യുന്നു. അവർ ആ ഗ്രഹത്തിനടുത്തെത്തുമ്പോൾ ആ ഗ്രഹം പതിയെ നശിപ്പിക്കപ്പെടുന്നതായി അവർ കണ്ടു. ഇതിന് പിന്നിൽ ഗലാക്ടസിന്റെ കൈകളുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. ഗലാക്ടസിന്റെ ഗ്രഹങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രമായ എലിമെന്റൽ എനർജി കൺവെർട്ടർ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫാന്റാസ്റ്റിക് ഫോർ ടീം അവിടെ എത്തിയപ്പോൾ ഗലാക്ടസിന്റെ യന്ത്രത്തിൽ നിന്ന് ഒരു വെളിച്ചം വന്ന് അവരുടെ ബഹിരാകാശ പേടകം കണ്ടെത്തുന്നു. ഈ വെളിച്ചം ടീം അംഗങ്ങളോടൊപ്പം സൂസ്റ്റോമിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും കണ്ടെത്തുന്നു. അടുത്ത നിമിഷം സിൽവർ സർഫർ അവരുടെ അടുത്തേക്ക് വരുന്നു. ഗലാക്ടസ് അവരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. അവൾ അവരെ ഗലാക്ടസിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവർ ആദ്യമായി ഗലാക്ടസിനെ കാണുന്നു. ഗലാക്ടസ് എത്ര വലുതും അപകടകാരിയുമാണെന്ന് ഇപ്പോൾ അവരുടെ ടീമിന് മനസ്സിലായി. ഗലാക്ടസ് ഫാന്റാസ്റ്റിക് ഫോർ ടീം അംഗങ്ങളെ കണ്ടുമുട്ടുന്നു. അയാൾ അവരെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് താനും അവരെ പോലെയായിരുന്നു. പക്ഷേ ഒരു അപകടം സംഭവിച്ചു. അതിനുശേഷം തനിക്ക് തീരാത്ത വിശപ്പുണ്ടായി. ഈ വിശപ്പടക്കാൻ ഗ്രഹങ്ങളെ വിഴുങ്ങണം. പക്ഷേ ഈ വിശപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് അയാൾ പറയുന്നു. ഗലാക്ടസ് ഫാന്റാസ്റ്റിക് ഫോർ ടീമിനോട് എന്തിനാണ് അവർ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നു. റീഡ് ഗലാക്ടസിനോട് അവരുടെ ഗ്രഹത്തെ രക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗലാക്ടസ് ഇങ്ങനെ അവർക്ക് മറുപടി നൽകി. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹത്തെ എന്നിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല, കാരണം അതിനുള്ള ശക്തി നിങ്ങൾക്കില്ല. പക്ഷെ ആ ശക്തി നിങ്ങളുടെ കുഞ്ഞിനുണ്ട്, നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിലുള്ള കുഞ്ഞിന്. ആ കുഞ്ഞ് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്. അവൻ വളരെ ശക്തനാണ്, എന്നെ പോലെ വിശപ്പുള്ളവനുമാണ്. അതുകൊണ്ട് അവന് എന്റെ പിൻഗാമിയാകാൻ കഴിയും, എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയും. ആ കുഞ്ഞിന് എന്നെ ഈ തീരാത്ത വിശപ്പിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഗലാക്ടസ് ഫാന്റാസ്റ്റിക് ഫോർ ടീമിനോട് ഒരു കരാറുണ്ടാക്കാൻ പറയുന്നു. ഞാൻ നിങ്ങളുടെ ഗ്രഹത്തെ തിന്നില്ല, പക്ഷേ അതിന് പകരമായി നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് തരണം. ഈ കരാറിനെ കുറിച്ച് കേട്ടപ്പോൾ ടീം അംഗങ്ങൾ ഞെട്ടിപ്പോകുന്നു. എന്തുകൊണ്ടാണ് ഗലാക്ടസ് അവരുടെ കുഞ്ഞിന് വേണ്ടി ലോകത്തെ മുഴുവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. റീഡ് റിച്ചാർഡ്സും സൂസ്റ്റോമും ഈ കരാറിന് സമ്മതിക്കുന്നില്ല. അവർ തങ്ങളുടെ കുഞ്ഞിനെ ഗലാക്ടസിന് ഒരിക്കലും നൽകില്ലെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ഗലാക്ടസ് തന്റെ സൈക്കിക് ശക്തികൾ ഉപയോഗിച്ച് സൂസ്റ്റോമിനെ തന്റെ അടുത്തേക്ക് വലിക്കുന്നു. ഇത് കണ്ടപ്പോൾ ജോണി സ്റ്റോം തന്റെ ശക്തി ഉപയോഗിച്ച് ചുറ്റും തീയിടുന്നു. സിൽവർ സർഫർ അവനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ ജോണി അവളെ തടഞ്ഞു. ഇതിനുശേഷം ടീം അംഗങ്ങൾ വേഗത്തിൽ അവരുടെ സ്പേസ് ഷിപ്പിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഗലാക്ടസ് സിൽവർ സർഫറിനെ അവരുടെ പിന്നാലെ അയക്കുന്നു. അവർ പ്രകാശവേഗതയിൽ യാത്ര ചെയ്യുമ്പോൾ സിൽവർ സർഫറും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. സിൽവർ സർഫർ അവരെ പിന്തുടരുന്നത് കണ്ടപ്പോൾ റീഡ് അവളെ ഒരു ബ്ലാക്ക് ഹോളിന്റെ ആകർഷണ വലയത്തിൽ കുടുക്കാൻ പദ്ധതിയിടുന്നു. ഇതിനായി റീഡ് ബെന്നിനോട് ബഹിരാകാശ പേടകം അടുത്തുള്ള ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന് അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. ആ സമയം ന്യൂട്രോൺ നക്ഷത്രത്തിൽ ഒരു ബ്ലാക്ക് ഹോൾ രൂപപ്പെട്ടു വരികയായിരുന്നു. സിൽവർ സർഫർ അവരെ പിന്തുടരുമ്പോൾ കറക്റ്റ് സമയത്ത് റീഡ് തങ്ങളുടെ ബഹിരാകാശ പേടകം അവിടെ നിന്ന് പുറത്തെടുക്കുന്നു. പക്ഷെ സിൽവർ സർഫർ ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ ആകർഷണ വലയത്തിൽ കുടുങ്ങിപ്പോയി. അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഏകദേശം 1 മാസം എടുക്കുമെന്ന് റീഡ് ടീം അംഗങ്ങളോട് പറയുന്നു. ഈ 1 മാസം അവരുടെ ഗ്രഹം സുരക്ഷിതമായിരിക്കും. ഈ സമയത്ത് സൂസ്റ്റോമിന് പ്രസവ വേദന തുടങ്ങിയിരുന്നു. ടീം അംഗങ്ങൾ ആ സ്പേസ് ഷിപ്പിൽ വെച്ച് തന്നെ സൂസ്റ്റോമിന്റെ പ്രസവം എടുത്തു. സൂസ്റ്റോം തന്റെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് എന്നവന് പേരിട്ടു. പിന്നീട് ഫാന്റാസ്റ്റിക് ഫോർ ടീം ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നു. അവരുടെ ഷിപ്പ് അവിടെ ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ അവരെ വളയാൻ തുടങ്ങി. ഗലാക്ടസ് ലോകത്തെ തിന്നാൻ വരുന്നു എന്ന വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞിരുന്നു. ഫാന്റാസ്റ്റിക് ഫോർ ടീം ഗലാക്ടസിനെ തടഞ്ഞിട്ടുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. മാധ്യമപ്രവർത്തകർ അവരുടെ യാത്രയെക്കുറിച്ചും ഗലാക്ടസിനെ എങ്ങനെ തടഞ്ഞുവെന്നും ചോദിക്കുന്നു. റീഡ് നടന്നതെല്ലാം അവരോട് പറയാൻ
കരയാൻ തുടങ്ങി. അവർക്ക് ഗലാക്ടസിനെ തടയാൻ കഴിഞ്ഞില്ല. ഗലാക്ടസ് അവരെ കണ്ടപ്പോൾ അവരുടെ ലോകത്തിന് പകരമായി അവരുടെ കുഞ്ഞിനെ ആവശ്യപ്പെട്ടു. പക്ഷേ അവർക്ക് അവരുടെ കുഞ്ഞിനെ നൽകാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു മാസത്തിന് ശേഷം ഗലാക്ടസ് വരുമെന്നും അവരുടെ ലോകത്തെ വിഴുങ്ങുമെന്നും റീഡ് പറയുന്നു. റീഡിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുന്നു. ആളുകൾ റീഡിനോട് പറയുന്നു, നിങ്ങളുടെ ഒരു കുഞ്ഞിന് പകരം ഞങ്ങളുടെ ലോകത്തെ രക്ഷിക്കാമായിരുന്നില്ലേ? പക്ഷേ റീഡ് ഒന്നും പറയാതെ തന്റെ കുടുംബത്തെയും കൂട്ടി ബാക്സർ ബിൽഡിംഗിലേക്ക് പോകുന്നു. ഈ സംഭവത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞു. ബ്ലാക്ക് ഹോളിൽ നിന്ന് രക്ഷപ്പെട്ട സിൽവർ സർഫർ ഗലാക്ടസിന്റെ അടുത്തേക്ക് പോകുന്നു. ആ കുഞ്ഞിനെ പിടിക്കുന്ന കാര്യത്തിൽ താൻ പരാജയപ്പെട്ടുവെന്ന് അവൾ പറയുന്നു. പക്ഷേ ഗലാക്ടസ് ആ കുഞ്ഞിനെ കിട്ടേണ്ടതിന്റെ ആവശ്യത്തെപ്പറ്റി അവളെ ബോധ്യപ്പെടുത്താൻ തുടങ്ങി. തനിക്ക് ആ കുഞ്ഞിനെ ഏതു വിധേനയും വേണം, കാരണം അവന്റെ ശക്തികൾ വളരെ വലുതാണ്. അവനാണ് തന്റെ വിശപ്പിൽ നിന്ന് തനിക്ക് മോചനം നൽകാൻ കഴിയുന്നത്. അതിനുശേഷം ഗലാക്ടസും സിൽവർ സർഫറും ഭൂമിയിലേക്ക് യാത്ര തുടങ്ങുന്നു. ഇതേസമയം റീഡ് ഗലാക്ടസ് അവരുടെ ഗ്രഹത്തിലേക്ക് വരാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. ലോകത്തെ രക്ഷിക്കാൻ അവർക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇപ്പോൾ ലോകം മുഴുവൻ ഫാന്റാസ്റ്റിക് ഫോറിന് എതിരാണ്. ടെലിവിഷൻ ചാനലുകളിലും റോഡുകളിലും ആളുകൾ അവരെ ചീത്ത പറയുന്നു. പ്രതിഷേധക്കാർ അവരുടെ കെട്ടിടത്തിന് പുറത്തു നിൽക്കുന്നുണ്ട്. റീഡിനോടും ടീമിനോടും അവർ പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞിനെ ഗലാക്ടസിനെ കൊടുത്ത് ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ്. ജനങ്ങളുടെ ഈ പെരുമാറ്റം കണ്ടപ്പോൾ സൂസ്റ്റോമിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ തന്റെ കുഞ്ഞു ഫ്രാങ്ക്ലിനെ എടുത്ത് പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ എല്ലാ വാർത്താ ചാനലുകളും അവളെ തത്സമയം കാണിക്കുകയാണ്. സൂസ്റ്റോം ലോകത്തോട് പറയുന്നു, ഈ കുഞ്ഞ് എന്റെ മകനാണ്, എന്റെ കുടുംബമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ കുഞ്ഞിനെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ബലി കൊടുക്കില്ല. പക്ഷെ നിങ്ങൾ എന്റെ കുടുംബമാണ്, ഞാൻ നിങ്ങളെയും ബലി കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നമ്മൾ എല്ലാവരും ചേർന്ന് എന്റെ മകനെയും നിങ്ങളെയും രക്ഷിക്കും. നമ്മൾ ഒരുമിച്ച് നിന്ന് ഗലാക്ടസ് എന്ന ശത്രുവിനെ തോൽപ്പിക്കും. നമ്മൾ എല്ലാവരും ഒരു കുടുംബത്തെ പോലെ ഈ യുദ്ധം ചെയ്യും. സൂസ്റ്റോമിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആളുകൾക്ക് അവളിൽ വിശ്വാസം വരുന്നു. അവരുടെ ദേഷ്യമൊക്കെ പതിയെ മാറാൻ തുടങ്ങി. ഇതിനുശേഷം അവർ ഫാന്റാസ്റ്റിക് ഫോർ ടീമിനെ പിന്തുണയ്ക്കാൻ തുടങ്ങുന്നു. റീഡ് ഒരു പ്ലാൻ മുമ്പോട്ട് വെച്ചു. ഒരു മുട്ടയെ ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞതുപോലെ അവർക്ക് അവരുടെ ലോകം മുഴുവൻ ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ? ഈ ലോകം മുഴുവൻ മറ്റൊരു പ്രപഞ്ചത്തിലെ സൗരയൂഥത്തിലേക്ക് ടെലിപ്പോർട്ട് ചെയ്താൽ അവർക്ക് ഗലാക്ടസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. റീഡിന്റെ ഈ പദ്ധതിയെ ടീം അംഗങ്ങൾ പിന്തുണച്ചു. ഈ ടെലിപ്പോർട്ടേഷന് വലിയ അളവിൽ വൈദ്യുതി ആവശ്യമാണ്. ഒരു മുട്ടയെ ടെലിപ്പോർട്ട് ചെയ്യാൻ ഒരു കെട്ടിടത്തിലെ മുഴുവൻ വൈദ്യുതിയും വേണ്ടി വന്നതുകൊണ്ട് ഒരു ഗ്രഹത്തെ ടെലിപ്പോർട്ട് ചെയ്യാൻ വളരെ വലിയ അളവിലുള്ള വൈദ്യുതി തന്നെ വേണ്ടി വരും. അതുകൂടാതെ അവർക്ക് ലോകം മുഴുവൻ ടെലിപ്പോർട്ടേഷൻ ബ്രിഡ്ജുകൾ ഉണ്ടാക്കണം. ഈ ബ്രിഡ്ജുകൾ പരസ്പരം ബന്ധിപ്പിച്ച് പ്രവർത്തിക്കും. ഇത് ഭൂമിയെ ടെലിപ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. ഫാന്റാസ്റ്റിക് ഫോർ ടീം ലോകത്തോട് അവരുടെ പദ്ധതി പറയുന്നു. ലോകം മുഴുവൻ അവരെ പിന്തുണയ്ക്കാൻ തയ്യാറായി. അവർ പറയുന്നതനുസരിച്ച് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങൾ ചേർന്ന് ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഭൂമി മുഴുവൻ മറ്റൊരു ലോകത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കുന്നു. റീഡിന്റെ നിർദ്ദേശമനുസരിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ ബ്രിഡ്ജുകളും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് എല്ലാ ബ്രിഡ്ജുകളും തകരുന്നു. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അടുത്ത നിമിഷം സിൽവർ സർഫർ ഭൂമിയിലേക്ക് വന്ന് ബ്രിഡ്ജുകൾ ഓരോന്നായി നശിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. റീഡിന് തന്റെ ഭൂമിയെ മറ്റൊരു സൗരയൂഥത്തിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയാതിരിക്കാനാണ് അവൾ ഇത് ചെയ്യുന്നത്. സിൽവർ സർഫർ ലോകത്തിലെ എല്ലാ ബ്രിഡ്ജുകളും നശിപ്പിക്കുന്നു. ബാക്സർ ബിൽഡിംഗിന് പുറത്തുള്ള അവസാന ബ്രിഡ്ജ് നശിപ്പിക്കാൻ വേണ്ടി അവൾ വരുന്നു. അത് കണ്ടപ്പോൾ ജോണി അവളെ തടഞ്ഞു. ശേഷം അവൻ സിൽവർ സർഫറിന്റെ ഗ്രഹത്തിലെ ആളുകളുടെ ശബ്ദങ്ങൾ അവൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. ജോണി അവളോട് സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് ഈ ഭാഷ അറിയാം. ഇത് നിന്റെ ഗ്രഹത്തിലെ ആളുകളുടെ ഭാഷയാണ്. നിന്റെ യഥാർത്ഥ പേര് ശാലാബാൽ ആണെന്ന് എനിക്കറിയാം. നീ ഞങ്ങളെപ്പോലെ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ളതാണ്. ഗലാക്ടസ് നിന്റെ ഗ്രഹത്തെയും നശിപ്പിക്കാൻ വന്നപ്പോൾ നിന്റെ കുടുംബത്തെയും ഗ്രഹത്തെയും രക്ഷിക്കാൻ വേണ്ടി നീ ഗലാക്ടസുമായി ഒരു കരാറുണ്ടായി. അതിനുശേഷം നീ അവന്റെ ഹെറാൾഡായി മാറി. ഗലാക്ടസ് നിനക്ക് കോസ്മിക് ശക്തികൾ നൽകി. നീ ഗലാക്ടസിന് വേണ്ടി ഗ്രഹങ്ങളെ കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ നീ നിന്റെ കുടുംബത്തെയും ഗ്രഹത്തെയും രക്ഷിച്ചു. പക്ഷെ നീ രക്ഷിക്കാതെ ഗലാക്ടസിന്റെ കൈകളിൽ മരിച്ച മറ്റ് ഗ്രഹങ്ങളിലെ ആളുകളുടെ ശബ്ദങ്ങൾ കേൾക്കൂ. ഇപ്പോൾ നീ എന്റെ ഗ്രഹത്തെയും നശിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. നീ നിന്റെ ഗ്രഹത്തെ രക്ഷിച്ചു. പക്ഷെ എന്റെ ഗ്രഹത്തെ ബലി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനിത് അനുവദിക്കില്ല. കാരണം ഈ ഗ്രഹം എന്റെ വീടാണ്. ജോണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സിൽവർ സർഫറിന് വളരെ വിഷമം തോന്നുന്നു. അവൾ ഇതുവരെ ചെയ്തതെല്ലാം തെറ്റാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൾ ജോണിയോട് പറഞ്ഞു, ഗലാക്ടസ് ഇവിടെ വരുന്നുണ്ട്. അവൻ നിന്റെ ഗ്രഹത്തെ വിഴുങ്ങും. അവൻ നിന്റെ സഹോദരിയുടെ കുഞ്ഞിനെയും കൊണ്ടുപോകും. എനിക്ക് അവനെ തടയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം തരുന്നു. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഈ ഗ്രഹത്തിൽ നിന്ന് വേഗം പോവുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹത്തെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ കഴിയും. ഇത് പറഞ്ഞതിന് ശേഷം സിൽവർ സർഫർ അവിടെ നിന്ന് പോകുന്നു. ഇതിനുശേഷം ജോണി സ്റ്റോം ബാക്സർ ബിൽഡിംഗിലേക്ക് മടങ്ങി. അവർക്ക് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കോളുകൾ വരുന്നു. എല്ലാവരും അവരുടെ പദ്ധതി എന്തായെന്നും ലോകത്തെ എപ്പോൾ ടെലിപ്പോർട്ട് ചെയ്യുമെന്നും ചോദിക്കുന്നു. റീഡിന് ഒരു പദ്ധതിയും ഇല്ലാതിരുന്നതിനാൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് റീഡിന്റെ തലയിൽ ഒരു ആശയം മിന്നുന്നു. അവർക്ക് ഗലാക്ടസിൽ നിന്ന് ഒളിച്ചോടേണ്ടതില്ല, മറിച്ച് ഗലാക്ടസിനെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കണം. അവരുടെ എല്ലാ ബ്രിഡ്ജുകളും നശിച്ചു പോയെങ്കിലും ഒരൊറ്റ ബ്രിഡ്ജ് ബാക്കിയുണ്ട്. അതുകൊണ്ട് അവർ ലോകത്തെ ടെലിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഗലാക്ടസിനെ ടെലിപ്പോർട്ട് ചെയ്യും. ഗലാക്ടസ് ഇവിടെ വന്ന് ബ്രിഡ്ജിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ അവർ ടെലിപ്പോർട്ടേഷൻ പ്രവർത്തിപ്പിക്കും. അങ്ങനെ ഗലാക്ടസ് മറ്റൊരു ലോകത്തേക്ക് പോകും. അവർ എന്നേക്കുമായി രക്ഷപ്പെടും. ടീം അംഗങ്ങൾക്ക് ഈ പദ്ധതി ഇഷ്ടപ്പെട്ടു. അവർ റീഡിന്റെ പദ്ധതിക്ക് തയ്യാറെടുക്കാൻ തുടങ്ങി. ഇതിനുവേണ്ടി അവർക്ക് നഗരത്തിലെ ആളുകളെ മാറ്റണം. കാരണം ഗലാക്ടസ് വരുമ്പോൾ ഈ നഗരം നശിച്ചു പോകും. അതിനുവേണ്ടി സൂസ്റ്റോം മോൾമാന്റെ സഹായം
സഹായം തേടുന്നു. മോൾമാൻ ഭൂമിക്കടിയിലാണ് താമസിക്കുന്നത്. അവന്റെ പക്കൽ വലിയ ഭൂഗർഭ സ്ഥലങ്ങളൊക്കെയുണ്ട്. അങ്ങനെ നഗരത്തിലെ എല്ലാ ആളുകളെയും അവർ അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റുന്നു. നഗരം ഒഴിഞ്ഞപ്പോൾ അവർ ഗലാക്ടസിനെ ടെലിപ്പോർട്ട് ചെയ്യാൻ തയ്യാറെടുത്തു. അടുത്ത ദിവസം രാവിലെ ഗലാക്ടസ് ഭൂമിയിൽ വരുന്നു. അവൻ ആദ്യം ഫ്രാങ്ക്ലിനെ സ്കാൻ ചെയ്ത് കണ്ടെത്തുന്നു. ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ബ്രിഡ്ജിന്റെ നടുവിലാണ്. ഗലാക്ടസ് അവൻ അടുത്തേക്ക് നീങ്ങുന്നു. ഗലാക്ടസ് ബ്രിഡ്ജിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഫാന്റാസ്റ്റിക് ഫോർ ടീം അംഗങ്ങൾ അവനെ ആക്രമിക്കുന്നു. ജോണി സ്റ്റോം കുഞ്ഞിനെ എടുത്ത് അവന്റെ സ്ഥാനത്ത് ഒരു ഒഴിഞ്ഞ തൊട്ടിൽ വയ്ക്കുന്നു. ഗലാക്ടസ് വളരെ ബുദ്ധിമാനാണ്. ടീം അംഗങ്ങൾ അവനെ കൊടുക്കാൻ ഒരു കെണി ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് അവൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അവൻ ഫ്രാങ്ക്ലിനെ വീണ്ടും സ്കാൻ ചെയ്യുന്നു. ഫ്രാങ്ക്ലിൻ ബ്രിഡ്ജിലല്ല, മറിച്ച് ബാക്സ്റ്റർ ബിൽഡിംഗിലാണെന്ന് അവൻ അങ്ങനെ മനസ്സിലാക്കി. ഗലാക്ടസ് നേരെ ബാക്സ്റ്റർ ബിൽഡിംഗിലേക്ക് പോകുന്നു. വഴിയിൽ വെച്ച് ടീം അംഗങ്ങൾ അവനെ പിന്നെയും ആക്രമിക്കുന്നു. പക്ഷേ ഗലാക്ടസ് അവരെ വളരെ എളുപ്പത്തിൽ തോൽപ്പിച്ചു കളഞ്ഞു. ഗലാക്ടസ് ബാക്സ്റ്റർ ബിൽഡിംഗിൽ കൈയിട്ട് ഫ്രാങ്ക്ലിനെ പിടിക്കുന്നു. ഇത് കണ്ടപ്പോൾ സൂസ്റ്റോം തന്റെ ഫോഴ്സ് ഫീൽഡ് ഉപയോഗിച്ച് ഗലാക്ടസിനെ തടയുന്നു. അവൾ ഗലാക്ടസിനെ പതിയെ ബ്രിഡ്ജിലേക്ക് വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. റീഡിന്റെ ടെലിപ്പോർട്ടേഷൻ യന്ത്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് റീഡ് ഗലാക്ടസിന്റെ കയ്യിൽ നിന്ന് തന്റെ മകനെ രക്ഷിച്ചെടുത്തു. അപ്പോഴേക്കും ഗലാക്ടസ് ഒരു പോർട്ടലിലൂടെ ടെലിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. ഈ പോർട്ടൽ ഇപ്പോൾ 37 സെക്കൻഡായി തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഗലാക്ടസ് പോർട്ടലിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. ടീം അംഗങ്ങൾക്ക് എങ്ങനെ അവനെ അതിനകത്തേക്ക് തള്ളിയിടണമെന്ന് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് സിൽവർ സർഫർ അവിടേക്ക് വന്ന് തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഗലാക്ടസിനെ അതിനകത്തേക്ക് തള്ളിയിടുന്നു. ഈ കൂട്ടിയിട് കാരണം ഗലാക്ടസും സിൽവർ സർഫറും ആ പോർട്ടലിലൂടെ കടന്നു പോകുന്നു. പോർട്ടൽ അടയുകയും അങ്ങനെ ഗലാക്ടസും സിൽവർ സർഫറും മറ്റൊരു ലോകത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ലോകം പൂർണ്ണമായും സുരക്ഷിതമാണ്. ഗലാക്ടസ് പോയതിനു ശേഷം സൂസ്റ്റോം നിലത്ത് ബോധരഹിതയായി കിടക്കുന്നത് നമ്മൾ കാണുന്നു. റീഡ്, ജോണി സ്റ്റോം, ബെൻ എന്നിവർ അവളുടെ അടുത്തേക്ക് പോകുന്നു. ഗലാക്ടസിനെ തടയാൻ സൂസ്റ്റോം തന്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ചതിനാൽ അവൾ മരിച്ചിരുന്നു. ഇത് കണ്ടപ്പോൾ അവർക്ക് വളരെ സങ്കടമായി. പെട്ടെന്ന് ഫ്രാങ്ക്ലിൻ തന്റെ അമ്മയ്ക്ക് വേണ്ടി കരയാൻ തുടങ്ങുന്നു. റീഡ് ഫ്രാങ്ക്ലിനെ എടുത്ത് സൂസ്റ്റോമിന്റെ വയറ്റിൽ വയ്ക്കുന്നു. പക്ഷെ നമ്മൾ കാണുന്നത് ഫ്രാങ്ക്ലിൻ തന്റെ ശക്തി ഉപയോഗിച്ച് അമ്മയെ വീണ്ടും ജീവിപ്പിക്കുന്നതാണ്. സൂസ്റ്റോം വീണ്ടും ശ്വാസം എടുക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട് സൂ, റീഡ്, ജോണി, ബെൻ എന്നിവർക്ക് മനസ്സിലാകുന്നത് ഫ്രാങ്ക്ലിന് അതിശയകരമായ ശക്തികളുണ്ടെന്നാണ്. കാരണം ഒരു മരിച്ചയാളെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ചെറിയ കുട്ടി സാധാരണക്കാരനാകില്ലല്ലോ. ഇതിനുശേഷം ഫാന്റാസ്റ്റിക് ഫോർ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിക്കുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇതിനുശേഷം ഒരു മിഡ് ക്രെഡിറ്റ് രംഗം വരുന്നു. ഈ രംഗത്തിൽ നമ്മൾ 4 വർഷം കഴിഞ്ഞുള്ള സംഭവങ്ങളാണ് കാണുന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം ബാക്സ്റ്റർ ബിൽഡിംഗിൽ സൂസ്റ്റോം ഫ്രാങ്ക്ലിനോടൊപ്പമാണ്. ഈ സമയത്ത് ഫ്രാങ്ക്ലിൻ വലുതായിരിക്കുന്നു. അവൻ അമ്മയോടൊപ്പം പുസ്തകങ്ങൾ വായിക്കുകയാണ്. ഫ്രാങ്ക്ലിന് വായിക്കാൻ മറ്റൊരു പുസ്തകം എടുക്കാൻ സൂസ്റ്റോം പോകുന്നു. അവൾ പുസ്തകവുമായി തിരികെ വരുമ്പോൾ ഫ്രാങ്ക്ലിന്റെ അടുത്ത് മറ്റൊരാൾ ഇരിക്കുന്നതായി കാണുന്നു. സൂസ്റ്റോമിന് അയാളുടെ മുഖം കാണാൻ കഴിയുന്നില്ല. പക്ഷേ അയാൾ ഒരു പച്ച നിറത്തിലുള്ള ഹൂഡിയും കൈകളിൽ ഒരു ഇരുമ്പ് മാസ്കും ധരിച്ചിരിക്കുന്നു. ഈ വ്യക്തി മറ്റാരുമല്ല, ഡോക്ടർ ഡൂമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഡോക്ടർ ഡൂമിന്റെ മുഖം കാണിക്കുന്നില്ല. റോബർട്ട് ഡൗണി ജൂനിയർ ആണ് ഈ ഡോക്ടർ ഡൂം. ഈ സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തെ അവഞ്ചേഴ്സ് ഡൂം സ്റ്റാറിൽ കാണാൻ കഴിയും. ഇതോടെ ഈ സിനിമ പൂർണ്ണമായും അവസാനിക്കുന്നു.